ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th Prelims 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ ഡേ 23 ആയ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കുന്നുണ്ട്. VO 2019 മലപ്പുറം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. SCERTക്കും മുൻവർഷ ചോദ്യങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് നൽകിയ നല്ലൊരു ചോദ്യപേപ്പറാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ്? കലാംസാറ്റ് V2. കലാംസാറ്റ് V2 ആണ് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം. സുപ്രീം കോടതിയുടെ 46ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആര്? ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് 46ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 ജേതാക്കൾ ആരാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കിഷൻ ഗംഗ ജമ്മു കാശ്മീരിലാണ്, അന്ന് സംസ്ഥാനമായിരുന്നു. 2018 കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് എന്താണ്? ഓപ്പറേഷൻ കരുണ. ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ കരുണയാണ്. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാലിയോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം? ഉത്തരം 1985. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? PK ബാനർജിയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ. ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ജാർഖണ്ഡ്. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്? ചെങ്കടലാണ്. ചെങ്കടൽ. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ? ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PS നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഫ്രീ ടെസ്റ്റ് സീരീസുകളും അതുപോലെ ഫ്രീ ക്ലാസ്സസും അവൈലബിൾ ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് വേണ്ടി പുതിയ കാറ്റഗറി തന്നെ അൺഅക്കാഡമിയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രീ കണ്ടന്റ്സ് എല്ലാം ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ KSന്റെ കാര്യം പറഞ്ഞാൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, ടോപ്പ് എക്സ്പീരിയൻസ് എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ അൺഅക്കാഡമിയിൽ ഫ്രീ ടെസ്റ്റ് സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഏപ്രിൽ മാസം 17, 24 തീയതികളിൽ 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോകുന്നുണ്ട്. രാത്രി 8 മണിക്ക് 75 മിനിറ്റ് ടെസ്റ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ വിന്നേഴ്സിന് നല്ല അടിപൊളി പ്രൈസസ് ആണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ ടെസ്റ്റ് സീരീസ് അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ഡിഗ്രി ലെവൽ ആൻഡ് 10th ലെവൽ പ്രിലിമിനറി എക്സാംസിന് വേണ്ടിയിട്ട് പ്ലസ് ടെസ്റ്റ് സീരീസും പോകുന്നുണ്ട് ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് സിലബസ്. അപ്പോൾ ഈ പറയുന്ന ഫ്രീ ടെസ്റ്റുകളെല്ലാം, ഫ്രീ ടെസ്റ്റും ഫ്രീ ക്ലാസ്സസും എല്ലാം അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത് പെറുവിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഇത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് മൊഗല്ലോൻ ആണ്. മൊഗല്ലോൻ സംസ്കാരങ്ങളാണ്. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ആര്?
ജസ്റ്റീനിയൻ ഇതെല്ലാം SCRT ഫാക്റ്റ് ആണ്. തേംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം ഏതാണ്? ലണ്ടൻ ആണ്. ലണ്ടൻ. തേംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം ലണ്ടൻ. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനിയാണ് ഗൂഗിൾ. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? ഉത്തരം സമത്വത്തിനുള്ള അവകാശം. മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനാവുന്നതാണ്? 5 തരം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം തെംഫ്ലിയാണ്. അഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിന്റെ ആസ്ഥാനമാണ്? അഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിന്റെ ആസ്ഥാനമാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? ഫൊൻ ആണ്. ഫൊൻ. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ട് നിറമാണ്, ബ്രൗൺ. അടുത്ത ചോദ്യം, ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്, എന്നാൽ ദ്രാവക ഓക്സിജന്റെ നിറം എന്ത്? ദ്രാവക ഓക്സിജന് കളറുണ്ട്, അതിന്റെ നിറമാണ് നീല. കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? പതിറ്റുപത്താണ്. പതിറ്റുപത്ത്. ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ആരാണ്? ബേനസീർ ഭൂട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് രാജ്യത്താണ്? ഗ്രേറ്റ് ബാരിയർ റീഫ് ഓസ്ട്രേലിയയിലാണ്. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? സുഗതകുമാരിയുടെ ജന്മഗൃഹമാണ് വാഴുവേലിൽ തറവാട്. ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം? ലോക ഭൗമദിനം ഏപ്രിൽ 22 2018 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? എം മുകുന്ദൻ. ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ നമ്പി നാരായണന്റെ ആത്മകഥയാണ്. നമ്പി നാരായണൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യമാണ് ചൈന. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ്. കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം? ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗായ്മുഖ് ഗുഹകളിൽ നിന്ന്. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ മാസം 24. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആര്? സൂര്യ സെൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും നടന്ന തെഭാഗ സമരം നടന്ന സ്ഥലം? തെഭാഗ മൂവ്മെന്റ് ഏത് സ്ഥലത്താണ് നടന്നത്? ബംഗാളിലാണ് നടന്നത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരനാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് പോറ്റി ശ്രീരാമലു. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ മാസം 12 അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനത്തിന് പറയുന്ന പേര് നരവംശശാസ്ത്രം.
ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രം ഏത്? ഭാരതിയാണ്, ഭാരതി. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമ അന്തരീക്ഷം ഏതാണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഐദർ മൈ ഫാദർ ഓർ മൈ മദർ ഡാഷ് കമ്മിങ് ടു മീറ്റിംഗ്. ഈസ് കമ്മിങ് ടു. ഐദർ ഓർ വെച്ച് 2 സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം വെർബ് വരേണ്ടത്. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് മൈ മദർ ആണ്, സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു. അടുത്ത ചോദ്യം. ഇറ്റ് വാസ് ദ ഡാഷ് ഡ്രസ് ഐ ഹാഡ് എവർ ബോട്ട്. ഏത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആ വരുന്നത്? ചീപ്പസ്റ്റ്. ഐ എവർ ബോട്ട്, ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ വെച്ച്, അതുകൊണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഡാഷ് ഐ ആം നോട്ട് സർപ്രൈസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. ദെൻ ആണ് വരുന്നത്. ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ അബൌട്ട് ഡാഷ് to go to the movies or not. Or whether ആണ്, whether to go to the movies or not. Ram usually dash football in the evening. Usually വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പ്ലേസ്. രാമു എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് പ്ലേസ്. I am too tired. ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? I am too tired. Aren't I? He killed 2 parrots dash 1 stick. ഏതാ വരുന്ന preposition? with 1 stick. If you had read the paper, you dash seen the advertisement. ഉത്തരം would have. had plus v3 വന്നാൽ would have plus v3. As we drove down the countryside, we saw a dash of sheep gazing in the fields. അപ്പോൾ ഷീപ്പിന്റെ കളക്റ്റീവ് നൗൺ ഏതാണ്? flock of sheep. The correctly spelled word below is accessory. കറക്റ്റ്ലി എങ്ങനെയാണ് സ്പെല്ല് ചെയ്യുന്നത്? ഇതിൽ ഉത്തരം ഇല്ലാത്തത് കൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ആക്സസറിയുടെ സ്പെല്ലിംഗ് ACCESSORY. ACCESSORY ആണെന്ന് ഓർക്കുക. ദ ആന്റോണിം ഓഫ് സ്റ്റാർട്ടിൽഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? റിലാക്സ്ഡ്. ദ സിനോണിം ഓഫ് ഓഗസ്റ്റ് എന്ന വാക്കിന്റെ മീനിങ് ആണ് ഡിഗ്നിഫൈഡ്. My friend has given me a lot of dash over the years. I think he wants me to use it to write to him. ഏതാ ഉത്തരം വരുന്നത്? സ്റ്റേഷനറി. He dashed his property to the trust. ഏതാ ഫ്രേസൽ വെർബ് വരുന്നത്? He dashed his property to the trust. Give away. Give awayയുടെ past tense ആണ് gave away. A person who does not believe in the existence of God. One word, atheist. He made a few introductory remarks dash the concert began. ഉത്തരം before ആണ്, before. She visits her father once in a blue moon. Once in a blue moon എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് seldom അല്ലെങ്കിൽ rarely എന്നാണ്. I have been working here dash 2002. Since ഒരു പോയിന്റ് ഓഫ് ടൈമിനെ പറയുന്നത് കൊണ്ട് സിൻസ്. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ അണ്ടർലൈൻഡ് ഫ്രേസ്. ദ മാൻ ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ടു ഹൂ ഐ സോൾഡ്. അപ്പം ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്? ടു ഹൂം ഐ സോൾഡ് എന്നാണ് കറക്റ്റ് ചെയ്യുന്നത്. രാജു വോർ എ വൈറ്റ് ഷർട്ട്. ചൂസ് ദ വൺ വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെന്റൻസ് ഇൻ പാസീവ് വോയിസ്. രാജു വോർ എ വൈറ്റ് ഷർട്ടിനെ പാസീവ് വോയിസിൽ എങ്ങനെയാണ് മാറ്റുന്നത്? എ വൈറ്റ് ഷർട്ട് വാസ് വോൺ ബൈ രാജു. അടുത്ത മലയാളം ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏത്? തദ്ധിതത്തിന് ഉദാഹരണം അടിമത്തം. ആദേശസന്ധിക്ക് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആദേശസന്ധിക്ക് ഉദാഹരണം വിണ്ടലം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ്? സന്നിഗ്ധം. തലമുടിക്ക് പര്യായം അല്ലാത്തത് ഏത്? തലമുടിക്ക് പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാണി.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏതാണ്? ശരിയായ പ്രയോഗം: നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കൃതി ഏതാണ്? വള്ളത്തോളിന്റെ കൃതിയാണ് കൊച്ചു സീത. കൊച്ചു സീത. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. ONV കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം ഏതാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് ONV കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചത്. അടുത്ത ചോദ്യം: കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏതാണ്? കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ മരിക്കുക എന്നതാണ്. അവസാനത്തെ ചോദ്യം: The climate change has started to show its sign in the form of drought, ice melting, etc. എന്നതിന്റെ ശരിയായ മലയാള രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വരൾച്ച, മഞ്ഞുരുകൽ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആ പറഞ്ഞ GK ചോദ്യങ്ങൾ SCRT ആൻഡ് PYQ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.